ഈ വടി കൊടുത്ത് അടി മേടിക്കുക എന്നുള്ളത് ജാസ്മിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ജയിലിന്റെ അടുത്തുള്ള ആ ഒരു സീറ്റിംഗ് ഏരിയയില് നന്ദനയും ശ്രീരേഖയും മൻസിബയും പിന്നെ എല്ലാവരും ഉണ്ട് അവിടെ. ആ സമയത്ത് ജാസ്മിൻ ജിൻഡോയെ ചൊറിയുന്ന രീതിയിൽ പറയാണ്, ഞാനും ഗബ്രിയും ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ കഥയുണ്ടാക്കി പറയുന്ന ആളുകളല്ല, ഞങ്ങൾ ചിലരെ പോലെ കുറ്റം പറയുന്നവരല്ല, ഞങ്ങൾ പുണ്യാളന്മാരാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. അത് ജിൻഡോയെ കുത്തി പറഞ്ഞതാണ്. ജിൻഡോയെ കുത്താൻ ചെന്നാൽ പുള്ളി വെറുതെ ഇരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അതേ ഏരിയയിൽ വെച്ചിട്ട് ഒരു ശനിയാഴ്ച ദിവസം ജാസ്മിനും ഗബ്രിയും ജിൻഡോയെ കുറിച്ച് കുറ്റം പറഞ്ഞ ആ ഒരു കഥ പുള്ളി എടുത്തിരുന്നു. അത് നമ്മൾ ലൈവിൽ കണ്ടതാണെന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മുഖത്ത് നോക്കി കുറ്റം പറയണമെന്ന് പറയുന്നു. ഞാൻ കള്ളനാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്കൊന്നും ധൈര്യമില്ലാതെന്ന് ജിൻഡോ പറയുന്നു. പിന്നെ ഇന്നലെ പ്രോമോയിൽ കണ്ട മറ്റേ ഡയലോഗ് പറയുന്നു, നീ കാരണമാണ് ഗബ്രി പോയത് എന്നുള്ള ആ ഒരു കാര്യം. അതും കൂടെ കേട്ടതോടെ ജാസ്മിൻ മൊത്തത്തിൽ ട്രിഗറായി പൊട്ടി പൊളിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഗബ്രിയുടെ പുറത്താക്കലുമായിട്ട് പൊരുത്തപ്പെടാൻ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എഴുതി തരാം, ഗബ്രി പുറത്തു പോയെങ്കിലും അവൻ തിരിച്ചു വരുമെന്നൊക്കെയാണ് പറയുന്നത്. കേട്ടപ്പോ ചിരി വന്നു. ജാസ്മിന് വാദിച്ചു നിൽക്കാനൊന്നും പോയിന്റുകൾ ഇല്ലെന്നേ, അതുകൊണ്ടാണ് വെറുതെ ഇതുപോലെ പുറത്തു പോയവരെയൊക്കെ വെച്ച് പറയുന്നത്. പിന്നെ ഗബ്രിയെ പുറത്താക്കിയത് എന്റെ മിടുക്കാണ് എന്നൊക്കെ ജാസ്മിൻ പറയുന്നു. ഫുൾ കോൺട്രഡിക്റ്റിംഗ് ആണ്. ആദ്യം പറയുന്നു അവൻ തിരിച്ചു വരുമെന്ന്, പിന്നെ പുറത്താക്കിയത് മിടുക്കാണെന്ന് പറയുന്നു. പിന്നെ ജാനു, രതീഷ് ഇവരെയൊക്കെ താൻ പുറത്താക്കിയതല്ലോടോ ജിൻഡോ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ പറയുന്നുണ്ട്. പിന്നെ ജാസ്മിന് ദേഷ്യം വന്നാൽ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. താനിരുന്ന് കരയ്ക്കടോ, താനിരുന്ന് കരയടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിലവാരവും ഇല്ലാത്ത വർത്താനങ്ങൾ പറയുന്നുണ്ട്. അപ്പോ അപ്പോഴും ജിൻഡോ പറയും, നീ സംരക്ഷിച്ച ആളവിടെ പോയി, അവൻ തിരിച്ചു വരണം, പോവേണ്ടത് നീയാണ്, അവൻ തിരിച്ചു വന്ന് അവൻ കളിക്കണം, അവൻ നല്ല ഗെയിമറാണെന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. ജിൻഡോ ശരിക്കും ജാസ്മിനെ ട്രിഗർ ചെയ്ത് വിടുന്നുണ്ട്. ജാസ്മിന്റെ കയ്യിൽ നിന്ന് പോകുന്നത് ശരിക്കും ഞാൻ ലൈവിൽ കണ്ടൊരു കാര്യമാണ്. അന്ന് അടിച്ച പോലെ അടിക്കും എന്ന് ഞാൻ ഓർത്തു കേട്ടോ. പിന്നെ ജാസ്മിന്റെ മര്യാദകേടുകളെ പറ്റി എടുത്തു പറയേണ്ടതില്ല. എടാ പോടാ നീ, പിന്നെ ഷൊണ്ണ നിന്ന് വിളിച്ചില്ല കേട്ടോ, എന്തോ ഭാഗ്യത്തിന് വിളിച്ചില്ല. ഇതൊക്കെയാണ് ജാസ്മിൻ മൂത്തവരോട് കാണിക്കുന്ന ഒരു മര്യാദ അല്ലെങ്കിൽ റെസ്പെക്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ റെസ്പെക്ട് എന്നൊരു സാധനം തൊട്ട് തീണ്ടാത്ത ഒരു വ്യക്തിയാണ് ജാസ്മിൻ. ഇത് ഞാൻ പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ വിലയിരുത്തുന്ന ബേസിസിലല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള ഏതൊരാളുടെയും ഏറ്റവും ബേസിക് സാധനമാണ് മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളത്. സഹജീവികളെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ പോയി ചത്ത് തൊലയെ. പരസ്പര ബഹുമാനം അത് ഒട്ടും തന്നെ ഇല്ല ജാസ്മിന്. പിന്നെ ജിൻഡോയുടെ കാര്യം പറയാനാണെങ്കിൽ ഇത് പുള്ളിയുടെ ഒരു മാരക ഗെയിമാണ്. ഇന്നലെ റസ്മിനെതിരെ കളിച്ച പോലെ തന്നെയുള്ള ഒരു മാരക ഗെയിം. ഓരോരുത്തരായിട്ട് പുള്ളി അവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ വെച്ച് മൈലേജ് ഉണ്ടാക്കുക എന്നതാണ് ജിൻഡോയുടെ ഓഡിയൻസ് ഗെയിം. അപ്പൊ ജാസ്മിൻ പറയുന്ന തോന്നിവാസങ്ങൾ എടുത്തിട്ട് എക്സ്പോസ് ചെയ്യുക. ഇന്നലെ റസ്മിൻ പറഞ്ഞൊരു തോന്നിവാസം എക്സ്പോസ് ആയി. അപ്പൊ ഇതുപോലെ ഇനി പലരും അവിടെ എക്സ്പോസ് ആവാൻ കിടക്കുന്നതേ ഉള്ളൂ. ജിൻഡോ പറഞ്ഞ പോലെ ടപ്പ എന്ന് പറഞ്ഞ പുള്ളി ഓരോരുത്തരായിട്ട് പൊട്ടിക്കും ഈ ഒരാഴ്ച. അതായിരുന്നു ജിൻഡോയുടെ ഗെയിം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.